അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷയ്ക്ക് തികയ്ക്കണം എന്നെ എനിക്കുള്ളൂ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ലെബനോൻ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഏകദിന ഈ സുവിശേഷ യോഗത്തിൽ ഇതുവരെയും കർത്താവിന്റെ തിരുകൃപ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഇവിടെ കടന്നു വന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ലെബനോൻ ഗോസ്പൽ മിനിസ്ട്രിയുടെ എല്ലാ കർത്താവിന്റെ ദാസന്മാർ, സഹോദരങ്ങൾ, ഈ ദേശത്ത് ഇങ്ങനെ ഒരു യോഗം നടത്തുവാൻ മുഖാന്തരമായി തീർന്ന പ്രിയ വിനു ബ്രദറെ കുടുംബം, ഈ ദേശത്ത് പാർക്കുന്ന അനുഗ്രഹീതരായ നിവാസികൾ, കടന്നു വന്ന എല്ലാ ദൈവമക്കൾ, സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്ന മാന്യ സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഈ രാത്രി അറിയിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതിസന്ധി നമുക്ക് അല്പമായി ഉണ്ടായെങ്കിൽ പോലും ഇത്രത്തോളം കർത്താവ് നമ്മെ നന്നായി സഹായിച്ചതിനായി നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം ശക്തിയോടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഏതൊരു ആത്മീക ശുശ്രൂഷയുടെയും പ്രധാന ഘടകം ദൈവത്തിന്റെ വചനമാണ്. ദൈവവചന ശുശ്രൂഷയുടെ ആഴമായ അനുഭവങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത നല്ല വേലക്കാരായി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളെ തികയ്ക്കേണ്ടതിനും ദൗത്യം പൂർത്തീകരിക്കേണ്ടതിനും വളരെ പ്രാർത്ഥനയോടെയാണ് ഇത് രാത്രി കടന്നു വന്നിരിക്കുന്നത്. ദൈവവചനത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവവചനം ലഭിക്കാതെ വന്ന ഒരു കാലമുണ്ട്. ദൈവവചനം ലഭിക്കാതെ വന്നപ്പോൾ വന്ന പരാജയത്തിന്റെ കണക്കുകൾ ഒട്ടനവധിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം അല്പം പോലും മായമില്ലാതെ നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഒരുമിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. എല്ലാ ദൈവമക്കളും അല്പസമയങ്ങൾ നന്ദി തന്ന ഹൃദയത്തോടെ കർത്താവിന് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ശബ്ദം നോക്കുള്ളൂ. ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചാണ്. ഈ രാത്രിയിലെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിന് എല്ലാ ദൈവമക്കളും നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കുക. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ദേശത്ത് ഈ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഈ യോഗം നടത്തുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. ഇതുവരെയും ദൈവകൃപയെ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായി സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണം. വചനത്തിന്റെ വാതിൽ തുറക്കണം. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്റെ പിതാവേ. അവൻ കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ദൈവത്തിന് മഹത്വം കൊടുത്താണ്. പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. പാടും ഞാൻ ജീവനുള്ള നാളെങ്ങും നാവിന, പാടും ഞാൻ ജീവനുള്ള നാളെങ്ങും നാവിന, പാടാതെ നിന്നെ വാഴ്ത്തുമേ പരമേശ, പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു
വാക്കുകൾ പരമേശ പാടും നിനക്കു നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും മുകുന്നുവാടിയൊരു പൂവല്ലി തൂമഴയാൽ മുകുന്നുവാടിയൊരു പൂവല്ലി തൂമഴയാൽ ഓർക്കുന്നു നിന്റെ പാലനം പരമേശ പാടും നിനക്കു നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും പുസ്തകം 20-ാം അധ്യായം അതിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കും. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോസ്തലനായ പൗലോസിന്റെ ഉറച്ചൊരു പ്രഖ്യാപനമാണ് നാം വായിച്ചു കേട്ടത്. യേശുക്രിസ്തുവിനെ അകാലപ്രത പോലെ കണ്ട പൗലോസെ ഭൗതികമായിട്ടുള്ള നന്മകൾ അധികം പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് സ്വന്തം ജീവനെ പോലും ത്യജിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിനു വേണ്ടി അവൻ അനേക വർഷങ്ങൾ അദ്ദേഹം ഓടി അധ്വാനിച്ചു. അന്ത്യനിമിഷത്തിൽ പരാജയപ്പെട്ടവനായിട്ടല്ല, ജയാളിയായി നിന്നുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എന്റെ കർത്താവ് എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതി ആ ദിവസത്തിൽ എനിക്ക് നൽകും. അത് എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. യേശുക്രിസ്തു എന്ന് പറയുന്നത് അതൊരു കെട്ടുകഥയല്ല. യേശുക്രിസ്തു ഒരു കേൾവിക്കഥയല്ല. യേശുക്രിസ്തു ഒരു ഐതിഹ്യമല്ല. യേശുക്രിസ്തു ഒരു ആൾദൈവമല്ല. യേശുക്രിസ്തു ഒരു മനുഷ്യ ദൈവമല്ല. ഇന്ന് രാത്രി ഈ ഇറയങ്കോട് ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ് അവൻ ജീവിക്കുന്ന സത്യ ദൈവമാണ്. കൈകൾ ഉയർത്ത ദൈവത്തെ ചിന്തിച്ചാൽ നമുക്ക് യേശുവിനെ കുറിച്ച് കിട്ടിയ അറിവാണോ? അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണം ഉണ്ടാകത്തില്ലെന്നുള്ളതാണ്. കർത്താവിനെ കുറിച്ച് കിട്ടിയ അറിവാണോ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഞാൻ യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ഹൃദയത്തിലെ രക്തം അത് ഒഴിച്ച് അവന്റെ പാദങ്ങളെ ഒഴിച്ച് അവന്റെ പാദങ്ങളിൽ ചുംബിക്കുമായിരുന്നു. അത്രയും കർത്താവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ നല്ല ലാവണ്യമുള്ള വാക്കുകളാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ചരിത്രകാരന്മാർ പറഞ്ഞു, രാജാക്കന്മാർ പറഞ്ഞു, അവർക്കെല്ലാം യേശുവിനെ കുറിച്ച് ലഭിച്ചത് അറിവുകൾ മാത്രമാണ്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചത്
യേശുവിനെ കുറിച്ചുള്ള അറിവല്ല, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. അപ്പൊ നമുക്ക് കർത്താവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയാൽ എന്താണ് ആദ്യം സംഭവിക്കുന്നത്? അത് സ്വന്തം ജീവനെ പോലും ത്യജിക്കുമെന്നുള്ളതാണ്. അപ്പൊ യേശുവിനെ അനുഗമിക്കുന്നത് എങ്ങനെയാ? യേശുവിനെ അനുഗമിക്കേണ്ടത് അവൻ ജീവനെ ത്യജിച്ചാൽ. യേശു തന്നെ പറയുന്നുണ്ട്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, അല്പം കൂടെ വിവാദം, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് അവൻ നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ എന്ത് ചെയ്യട്ടെ? അനുഗമിക്കട്ടെ. അപ്പൊ കർത്താവിനെ അനുഗമിക്കേണ്ടത് എങ്ങനെ? ക്രൂശ് ചുമക്കണം, നിന്ന ചുമക്കണം, ജീവനെ ത്യജിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊന്നും നമുക്ക് വിഷയമല്ല, നമ്മുടെ പ്രതിസന്ധികളൊന്നും നമുക്ക് വിഷയമല്ല, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയൊന്നും നമുക്ക് വിഷയമല്ല. ഇന്ന് രാത്രി അതിനെ തരണം ചെയ്തുകൊണ്ട് ആത്മാർത്ഥതയോടെ യേശുവിനെ ആരാധിക്കുന്ന, ആത്മാർത്ഥതയോടെ യേശുവിനെ അനുഗമിക്കുന്ന മക്കൾ ഇന്ന് രാത്രി കൈകൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ ആരാധന കൊടുക്കാം. അവൻ സത്യ ദൈവവും അവൻ നിത്യ ജീവനുമാകുന്നു. ആമേൻ. കർത്താവ് യഹൂദന്മാർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ശമരിയ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ പ്രവേശിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടിയാണ് യേശു ചെല്ലുന്നത്. ഒരു സ്ത്രീ കിണറ്റ് കരയിൽ നിൽക്കുന്നു, വെള്ളം കോരേണ്ടതിന്. യേശു വന്ന് ആദ്യം അവളോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുകയാണ്. അവൾ പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് നീ കുടിപ്പാൻ ചോദിക്കുന്നുവോ? അപ്പോൾ യഹൂദനെ കണ്ടാൽ മനസ്സിലാകും. യഹൂദനെ കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു യഹൂദനാണ്. കാര്യം ശമരിയ പട്ടണത്തിനകത്ത് യഹൂദന്മാർക്കൊരിക്കലും പ്രവേശനമില്ലാത്ത ഇടത്ത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഭക്ഷണം വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് യേശു ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനൊരു യഹൂദനാണ്. കർത്താവ് കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണ്, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നുവോ? ആമേൻ. കർത്താവ് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, ആ സ്ത്രീ പറയുകയാണ്, യജമാനനെ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം എവിടെ നിന്ന്? നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം നൽകുകയും ചെയ്യുവാൻ. അപ്പോൾ പറഞ്ഞ മറുപടിയാണ്, യജമാനനെ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ എങ്ങനെയാണ് ഈ വെള്ളം ലഭിക്കുന്നത്? യേശുക്രിസ്തു നിത്യജീവന്റെ ഉറവയെ കുറിച്ച് ആഴത്തിൽ സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞതാണ്, എനിക്ക് ആ വെള്ളം ആവശ്യമുണ്ട്. കർത്താവ് നിബന്ധന വെച്ചു, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഈ കാര്യം കർത്താവ് ആഴത്തിൽ സംസാരിച്ചപ്പോൾ പറയുകയാണ്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം യഹൂദൻ, പിന്നെ വാക്കുമാറി, പിന്നെ യജമാനൻ. സ്തോത്രം. നിത്യജീവന്റെ ഉറവയെ കുറിച്ചും അവളുടെ ജീവിതത്തിലെ പോരായ്മയെ കുറിച്ചും യേശു പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, എന്റെ മുമ്പിൽ നിൽക്കുന്നത് യഹൂദനല്ല, ഒരു യജമാനനല്ല, ഇവരൊരു പ്രവാചകനാണ്. സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയെ കുറിച്ച് കർത്താവ് സംസാരിച്ചപ്പോൾ പറയുകയാണ്, അവരൊരു യഹൂദൻ മാത്രമല്ല, ഇവരൊരു യജമാനൻ മാത്രമല്ല, ഇവരൊരു പ്രവാചകൻ മാത്രമല്ല, എന്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മശീഹയാകുന്നു. യഹൂദൻ എന്നുള്ളത് അറിവ് മാത്രമാണ്, യജമാനൻ എന്നുള്ളത് അറിവ് മാത്രമാണ്, പ്രവാചകൻ എന്നുള്ളത് അത് തിരിച്ചറിവാണ്. പക്ഷേ മശീഹ എന്നുള്ളത് അറിവല്ല, അത് തിരിച്ചറിവല്ല, അത് ആഴത്തിലുള്ള വെളിപ്പാടാകയാ. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിൽ വെളിപ്പാടാവാൻ ചെറിയ മക്കൾ ഈ രാത്രി കാര്യങ്ങൾ അടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കുക. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകൾക്കും വ്യത്യാസം വന്നത് ഈ കർത്താവിനെ നമ്മൾ എന്ത് ചെയ്തു? അറിഞ്ഞതുകൊണ്ടാണ്. ഹല്ലേലൂയ. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു തന്റെ ജീവനർപ്പിച്ചു. യേശുത്ര നല്ലവൻ, യേശുത്ര വല്ലഭൻ, 10,000 ശ്രേഷ്ഠന
യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, അതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ. അവൻ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദോ. ഞാനെന്നും പാടാം. അവൻ സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. ഓ, അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിത ഉദരത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിത ഉദരത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. ഓ, ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. യേശുക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിൽ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ എനിക്ക് തികയ്ക്കണമെന്നേയുള്ളൂ. ഇനി ജഡത്തിൽ ആശ്രയിക്കാനാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനോളം ഈ ലോകത്തിൽ ആർക്കും വരാൻ നോക്കില്ല. കാരണം ജഡത്തിൽ പ്രശംസിക്കാൻ ഒട്ടനവധി കാര്യം പൗലോസിനുണ്ട്. ആമേൻ. ധനാട്ടിന്റെ മകൻ, സ്തോത്രം. സ്വന്തമായി കപ്പലിന്റെ ഉടമ, സ്തോത്രം. ഭൗതികമായി പറയാൻ, ജഡത്തിൽ പ്രശംസിക്കാൻ, ജഡത്തിൽ ആശ്രയിക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ പൗലോസിനുണ്ട്. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുക്രിസ്തുവിന്റെ തേജസ്സും മഹത്വവും കണ്ട പൗലോസ് പറയുകയാണ്, ക്രിസ്തേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ഇതെല്ലാം ഞാൻ അവൻ ചവറം നൽകുന്നു. ഞാൻ വിലപ്പെട്ടതിനെ കണ്ടെത്തിയിരിക്കുന്നു. അത് ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ്. ഇന്ന് രാത്രിയും ശരീരത്തിൽ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല, ദൈവത്തിന് ആരാധന കൊടുക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് ലഭിച്ചത് അറിവല്ല, നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴത്തിലെ വെളിപ്പാടാണ്. പൗലോസിനെ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയപ്പോൾ പൗലോസ് ഇതൊന്നും വേണ്ടെന്ന് വയ്ക്കുകയാണ്. കണ്ടോ, 3 കപ്പലിന്റെ ഉടമയാണ്. സ്തോത്രം. 3 കപ്പൽ. ഇതെല്ലാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഇതൊന്നും വേണ്ടെന്ന്, ജഡത്തിലെ പ്രശംസ വേണ്ടെന്ന് വെച്ചു. നമുക്ക് ഇതൊന്നും ഇല്ല എങ്കിലും നമുക്ക് തക്ക സമയത്ത് ആരാധനയ്ക്ക് വരാനും ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇല്ലയോ? സ്തോത്രം. നമുക്ക് 3 കപ്പലിന് എവിടെയെങ്കിലും 3 കൂടെ കപ്പയുണ്ടെങ്കിൽ അതിന് ചുറ്റോട് ചപ്പിൻ്റെ പുറം നോക്കി യോഗത്തിന് പോലും വരാതെ നമ്മൾ വീട്ടിലിരിക്കും. കാര്യം നമ്മള് VIP കളായി. നമ്മുടെ സാഹചര്യങ്ങളൊക്കെയും വ്യത്യാസം തന്നു. പണ്ടത്തെ സാഹചര്യമൊന്നുമല്ല. നിനക്ക് ദൈവം വ്യത്യാസം തന്നു. യാത്ര ദൈവമക്കളെ, ഇതെല്ലാം ദൈവം നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതോടും നമ്മുടെ ദൈവകൃപ ഇന്ന് രാത്രി വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നാം പ്രാപിച്ച ദൈവശക്തിക്ക് ഇന്ന് രാത്രി മങ്ങൽ വരല്ലേ, നാം പ്രാപിച്ച അഭിഷേകത്തിന് രാത്രി മങ്ങൽ വരല്ലേ. കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? 1000 നാവുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിധമുള്ള നന്മകൾ കൂടാരത്തിനകത്ത് അയച്ചതുകൊണ്ട് ഇന്ന് രാത്രി അധരങ്ങളെ തുറന്ന് ദൈവമക്കൾ ശക്തിയോടെ ആരാധന കൊടുക്കാം. ഞാനിതിന് യോഗ്യനല്ല, ഞാനിതിന് യോഗ്യയല്ല. ഇന്ന് രാത്രി ഒരു നിമിഷം മകൾ ജീവിക്കുന്നെങ്കിൽ അത് തമ്പുരാന്റെ കരുണയാണെന്ന് ഓർത്ത് എല്ലാ ദൈവമക്കളെ കർത്താവിന് അല്പസമയങ്ങൾ ശക്തിയോടെ ഈ രാത്രി ആരാധന കൊടുക്കട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച പൗലോസ് താൻ പറയുകയാണ്,
എന്റെ പ്രാണൻ എനിക്ക് വിലയുള്ളതല്ല. പ്രാണൻ വിലയുള്ളത് അല്ല. ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് എന്താ? സ്വന്തം പ്രാണനാണ്, സ്വന്തം ജീവനാണ്. ഇവിടെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്, നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് നമ്മുടെ ആത്മീയ കോളത്തിലുമുണ്ട്, ലോകപ്രകാരമുള്ള ജനങ്ങളുമുണ്ട്, അനേകരുണ്ട്. പക്ഷേ അവരെല്ലാം വീട് വെച്ച് കൊടുക്കാറുണ്ട്, വാഹനം മേടിച്ചു കൊടുക്കും, വസ്തുക്കൾ മേടിച്ചു കൊടുക്കും. എന്താണ് മനുഷ്യൻ ആവശ്യം അതെല്ലാം കൊടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സ്വന്തം ജീവനെ ആരെങ്കിലും കൊടുക്കുവോ? സ്വന്തം പ്രാണനെ കൊടുക്കുവോ? ഇല്ല. കാരണം എല്ലാവർക്കും സ്വന്തം ജീവൻ വിലയുള്ളതാണ്. എന്നാൽ ക്രിസ്തു വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുന്നത്, എനിക്കെന്റെ പ്രാണൻ വിലയേറിയതല്ല. കൈകൾ ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകണം. നമ്മൾ വിലയുള്ളതായിട്ട് കാണുന്നതൊന്നും വേദപുസ്തകം വിലപ്പെട്ടതായി കാണുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ വിലയേറിയതായി പറയുന്നത് വേദപുസ്തകം വിലയുള്ളതായി കാണുന്നില്ല. തെളിവ് കർത്താവ് ധനവാന്റെ ലാസറിന്റെയും വിഷയം സംസാരിക്കുമ്പോൾ ധനവാന്റെ ജീവിതത്തെക്കുറിച്ചും ധനവാന്റെ മരണത്തെക്കുറിച്ചും കർത്താവ് പറയുകയാണ്. ലാസറിന്റെ ജീവിതവും ലാസറിന്റെ മരണവും കർത്താവ് പറയുന്നുണ്ട്. ധനവാൻ നല്ല ധൂമ്രവസ്ത്രമുള്ളവനായി പ്രൗഢിയോടെ ജീവിച്ചു, നല്ല അടക്കം അവൻ ലഭിച്ചു. സ്തോത്രം. ലാസറോ സാധുവായ മനുഷ്യനാണ്, പക്ഷേ അവൻ അടക്കം പോലും നല്ല അടക്കം പോലും ലഭിച്ചില്ല. സ്തോത്രം. പക്ഷെ ഇരുന്നത് എവിടാണ്? അവൻ അബ്രഹാമിന്റെ മടിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ആ ചരിത്രം എഴുതാൻ ഏൽപ്പിച്ചെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ നേരെ തിരിച്ചല്ല എഴുതുന്നത്. ധനവാന്റെ പേരെഴുതും, ലാസറിന്റെ പേര് എന്ത് ചെയ്യും? വിട്ടുകളയും, ഇല്ലേ? സ്തോത്രം. പക്ഷേ വേദപുസ്തകം അത് നേരെ തിരിച്ചാണ് പറയുന്നത്. ധനവാന്റെ പേര് എഴുതിയില്ല, സാധുവായ ലാസറിന്റെ പേര് അവർ എഴുതി വയ്ക്കുകയാണ്. നമ്മൾ വിലയുള്ളതായി കാണുന്നൊന്നും വേദപുസ്തകം വിലപ്പെട്ടതായി കാണുന്നില്ല. ഇന്ന് രാത്രി നാം വിലപ്പെട്ടതൊന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ആശ്രയനായ യേശു മാത്രമാണ്. മറ്റൊരു തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ദൈവമല്ലാതെ, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഉലകത്തിൽ ഇല്ലവേ ഇല്ല. ആ രക്ഷയുടെ സന്തോഷം ഈ രാത്രി അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി വേദപുസ്തകം എന്താണ് വിലയുള്ളതായി കാണുന്നത്? അപ്പൊ നമ്മൾ വിലയുള്ളതായി കാണുന്നത് എന്താണ്? നമ്മുടെ പ്രാണനാണ്. പക്ഷേ ക്രിസ്തു വെളിപ്പാടകത്ത് പ്രാപിച്ച പൗലോസ് പറയുന്നത്, എന്റെ പ്രാണൻ എന്തല്ല വിലയുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മരണസമയത്ത് പുതയ്ക്കാൻ പുതപ്പ് ഭക്തന്റെ കയ്യിലില്ല, അത് ത്രോവാസിലിരിക്കുകയാണ്. എടുത്തുകൊണ്ട് വരുവാൻ തീമത്തിയോസിനോട് പറഞ്ഞു. തീമത്തിയോസ് എടുത്തുകൊണ്ട് വരുന്ന വഴിയാത്രയുടെ മധ്യ വെച്ചാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. തൻ്റെ ആത്മീയ പിതാവ് മർമാട്ട് ഗുഹയിൽ വെച്ച് തലചേദിക്കപ്പെട്ട് മരിച്ചുപോയി. നേരത്തെ പറഞ്ഞ വാക്യമാണ്, എനിക്കെൻ്റെ കർത്താവ് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു, അത് നീതിയുടെ ന്യായാധിപതി ആ ദിവസം എനിക്ക് നൽകും. അത് എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. റോമൻ കോടതി വിധികൽപ്പന കിട്ടിയിരിക്കുന്നത് ഈ തല ഛേദിച്ച് കളയുക എന്നുള്ളതാണ്, തല വെട്ടിക്കളയുക എന്നുള്ള വിധികൽപ്പനയാണ്. അപ്പോഴും പൗലോസ് പറയുന്നത്, എൻ്റെ കർത്താവ് എനിക്ക് നീതിയുടെ കിരീടം എന്ത് ചെയ്യുന്നു? വെച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കിരീടം വെക്കണം, എന്ത് വേണം? ശിരസ് വേണം. ആ ശിരസ് വെട്ടിക്കളയുമെന്നാണ് റോമൻ കോടതി വിധികൽപ്പന ഇട്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ വെളിപ്പാട് ദിനത്തോട് പറയാം. സ്തോത്രം. കിരീടം വെക്കാൻ തല വേണം. ആ ജഡശരീരത്തിലെ ശിരസിന് എന്ത് ചെയ്യും? വെട്ടിക്കളയുമെന്ന് റോമൻ കോടതി പറയുമ്പോൾ ക്രിസ്തു വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുന്നത്, ഈ ജഡശരീരത്തെ മാത്രമേ റോമൻ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എനിക്ക് ലഭിക്കുന്ന ശരീരം അത് ജഡശരീരമല്ല, അത് പുനരുത്ഥാനത്തിന്റെ ശരീരമാണ്. ആ പുനരുത്ഥാനത്തിന്റെ ശരീരത്തിൽ ആർക്കും വെട്ടിമാറ്റാൻ കഴിയാത്ത ശിരസ്സുണ്ടായിരിക്കും. ആ ശിരസിൽ എന്റെ കർത്താവ് എനിക്ക് നീതിയുടെ കിരീടം വെച്ചു തരും. പ്രത്യാശ ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവനെയല്ല ഭയപ്പെടേണ്ടത്, ദേഹത്തെ ദേഹിയെ കൊന്ന് നരകത്തിൽ തട്ടാൻ കഴിവുള്ളവനെയാണ് ഭയപ്പെടേണ്ടത്. ആ കർത്താവിനെ ദേശത്ത് ഉയർത്തുകയാണ്. വേദപുസ്തകം വിലപ്പെട്ടതായി കാണുന്നത് എന്താണ്? ഒട്ടനവധി കാര്യങ്ങൾ പുസ്തകത്തിനകത്ത് പറയാനുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആ വചനങ്ങളെ ശ്രദ്ധിക്കണം. ഈ സന്ദേശം ആദ്യമായിട്ടാണ് ഞാൻ സുവിശേഷ യോഗത്തിൽ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ
ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഈ സന്ദേശം ജനത്തോട് അറിയിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ഇരിക്കണം. വേദപുസ്തകം വിലയേതായി കാണുന്നത് ഒന്നാമത്തെ കാര്യം ഒന്ന് വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1 അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കണം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. വേദപുസ്തകം വിലയുള്ളതായി കാണുന്ന 1-ാമത്തെ വിശേഷത, നമുക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ അത് വിലയേറിയതാണ്. അപ്പോൾ പഴയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ലഭിച്ച വാഗ്ദത്തം ഏതാ? അത് എപ്പോഴും പറയാറുണ്ട്, അത് ഭൗതികമാണല്ലേ. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ലഭിച്ച വാഗ്ദത്തം ഏതാ? അത് 2 വാഗ്ദത്തമാണ് പ്രധാനമായും ഉള്ളത്. 1 ലഭിച്ച വാഗ്ദത്തം, 2 ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തം. ലഭിച്ച വാഗ്ദത്തം ഏതാ? അത് പരിശുദ്ധാത്മാവാണ്. ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തം ഏതാ? അത് നിത്യജീവനാണ്. യേശു പറയുന്നത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് അത് ഇറങ്ങി വന്നു. 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തത്തെ കുറിച്ച് യേശു പറയുകയാണ്. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം മർക്കോസിന്റെ മാളിക മുറിക്കകത്തേക്ക് വെളിപ്പെടുന്നു. 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നടക്കുന്നു. 4-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യേശു ക്രിസ്തു മാത്രം ക്രിസ്തു എന്ന്, യേശു മാത്രം സത്യ ദൈവമെന്ന് അവർ ധൈര്യത്തോടെ സംസാരിക്കുന്നു. 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യാജം കാണിച്ച അനന്യാസും സപ്പീറയും പിടഞ്ഞു വീണ് മരിക്കുന്നു. 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട സ്തേഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നു. 7-ാം അധ്യായം 28 അധ്യായം വരെയും പരിശുദ്ധാത്മാവിന്റെ നിറവ് അധ്യായങ്ങളെക്കാൾ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവർക്ക് ആ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. 1 ലഭിച്ച വാഗ്ദത്തം, 2 ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തം. അതേതാണ്? അത് നിത്യജീവനാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം, അവൻ ഇതാകുന്നു അവൻ നമുക്ക് നൽകുന്ന വാഗ്ദത്തം. അവൻ നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. ഈ ലോകത്തിന്റെ ദൈവത്തിന് ഇവിടെ അടിഞ്ഞു പോകാനിരിക്കുന്ന ഏത് നന്മയും കൊടുക്കാൻ കഴിയും. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ആ യേശു ലഭിക്കുന്നത് താൽക്കാലിക ജീവനല്ല, അവൻ നിത്യമായ ജീവനാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ദൈവപുത്രനായ ക്രിസ്തു ഇറങ്ങി വന്നത് നമുക്ക് നിത്യജീവനെ തരാനാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ ഈ സന്ദേശത്തിന് ഇപ്പോ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞിരിക്കുകയാണ്. കാര്യം ഈ ജഡത്തെ ഇളക്കുന്ന കാര്യം മാത്രം പറഞ്ഞ് ദിനത്തെ ഈ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്ന പോലെ ദിനത്തെ ഇട്ട് ഇളക്കുന്നത് കൊണ്ട് ഈ സന്ദേശം എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഉള്ളതല്ല. പക്ഷേ സത്യവചനം പ്രസംഗിക്കുമ്പോൾ അത് നിത്യജീവനുമായി കണക്റ്റ് ആകും. കാര്യം എന്താ? ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവനും തകർന്നടിയാൻ പോവുകയാണ്. ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടെയുള്ള കോട്ടക്കൊത്തളങ്ങൾ, കൊട്ടാര സമുച്ചയങ്ങൾ, മണിമാളികകൾ, ഭരണ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ ഇതെല്ലാം തകർന്നടിയാൻ പോവുകയാണ്. തകർന്നടിയുമ്പോൾ കർത്താവ് ഇതിനെ കൂട്ടമായി കത്തിക്കുമ്പോൾ അതിനകത്ത് നാമം കടന്ന് കത്താതിരിക്കാനാണ് ഈ രാത്രി ഈ സന്ദേശം അറിയിക്കുന്നത്. കൈകൾ ഉയർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ടാണ് പഴയ നിയമത്തെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് എന്തല്ല ഉറപ്പുള്ളത് അല്ല. ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉറപ്പുള്ളതല്ല, ഇവിടെയുള്ള ഭരണങ്ങൾ ഉറപ്പുള്ളതല്ല, ഇവിടെയുള്ള കൊട്ടാരങ്ങൾ ഉറപ്പുള്ളതല്ല, ഇവിടെയുള്ള മണിമാളികകൾ ഉറപ്പുള്ളതല്ല. ഉറപ്പുള്ള ഒറ്റ നഗരം മാത്രമേ ഉള്ളൂ, അത് ഇറങ്ങി വരാനിരിക്കുന്ന പുത്തനാമനുഷ്യലമാണ്. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഇളകാത്ത രാജ്യം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ നമ്മളെ കൊണ്ടുപോകാൻ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടാറായി പ്രത്യാശയുള്ള ദൈവമക്കളെ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇളകാത്ത രാജ്യമാ സിയോനൻ സ്വന്തമായി, ഇളകാത്ത രാജ്യമാ സിയോനൻ സ്വന്തമായി, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും. ഇളകാത്ത രാജ്യമാ സിയോനൻ സ്വന്തമായി, ഇളകാത്ത രാജ്യമാ
ജീവിതോ പരമാനന്ദ ചൊല്ലുമണ പരിശുദ്ധ ജീവിതം വിശ്വാസ സേവനം പരലോക പുണ്യം വിശ്വാസ സേവനം വന്ദനമേ സുരക്ഷകനായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തീരുന്നു ഇളകാത്ത രാജ്യമാ സിയോനിൻ സ്വന്തമാ ഇളകാത്ത രാജ്യമായി സിയോനിൻ സ്വന്തമായി നിത്യമായി കാണുകയും നല്ലതോടുകൂടെ ഞാൻ നിത്യമായി കാണും അവേ വന്ദനമേ യേശുരക്ഷകനായകനേ വന്ദനമേ വന്ദനത്തീരുന്നു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ് ദൈവം അപ്പോൾ ഒന്ന് നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ വിലയേറിയതാണ് അത് നിലനിൽക്കുന്ന വാഗ്ദത്തമാണ് സ്തോത്രം നിലനിൽക്കുന്ന വാഗ്ദത്തം അപ്പം ഇവിടെയുള്ളതൊന്നും നിലനിൽക്കുന്നതല്ല 80 വർഷക്കാലേ ഉള്ളൂ എത്ര അഭ്യാസം കാണിച്ചാലും ബഹളം കാണിച്ചാലും അവയെ 80 വർഷക്കാലമേ ഉള്ളൂ അപ്പൊ 80 വർഷക്കാലത്തെ നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത് ഇത് കർത്താവ് നമുക്ക് തരും അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഉണ്മാനം ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് പറ മതിയെന്ന് വെപ്പി അപ്പൊ മതി എന്നുള്ളവർ ദൈവത്തെ സൂചിച്ച മതി എന്നുള്ളവർ സൂചിച്ചാണ് മതി എന്നുള്ളവർ മതി എന്നുള്ളവർ എല്ലാവരും പൊക്കുന്നില്ല കൈ അമേൻ പോരാന്നുള്ളവർ അതിനുമില്ല ആള് സ്തോത്രം ഇപ്പൊ നമ്മൾ പാടുന്നത് പോരാന്നാ നമുക്ക് എത്ര കിട്ടിയാലും ആക്രാന്തം കയറി നമ്മൾ ബഹളം കാണിച്ച് സ്തോത്രം എത്ര കിട്ടിയാലും നിനക്ക് മതി വരുന്നില്ല കണ്ടോ എത്ര കിട്ടിയാലും പണത്തോടുള്ള ആർത്തി പണ്ട് ബോട്ടിൽ ഒരാൾ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് പേര് ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടിലെ ഒരു സൈഡിൽ അല്പം ഒരു ദ്വാരം വീണു ഈ വെള്ളം ഈ സുഷിരത്തിൽ കൂടി അകത്ത് കയറി വെള്ളം നിറഞ്ഞ് അപ്പോൾ ഈ നിയന്ത്രിക്കുന്ന ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ എല്ലാവരും അവരുടെ ദേവന്മാരോട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവസാനത്തെ ആഗ്രഹം പ്രാർത്ഥിച്ചിട്ട് അവസാനത്തെ ആഗ്രഹം പറയാൻ പറഞ്ഞു അവസാനത്തെ ആഗ്രഹം പറയാൻ അതിൻ്റെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞു എന്തായാലും അവസാനത്തെ ആഗ്രഹം ഇല്ലയോ എന്തായാലും ബോട്ട് മുങ്ങാൻ പോവാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പാട്ട് പാടി സ്തോത്ര കാഴ്ച എടുക്കാം മരിക്കാൻ സമയത്തും പുള്ളിക്ക് എന്താ ചിന്ത ആക്രാന്തം എല്ലാവർക്കും അതാണ് ചിന്ത ആമേൻ സ്തോത്രം ഒരു മുട്ടുസൂചി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു മുട്ടുസൂചി പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒക്കുന്നില്ല സ്തോത്രം ഇന്ന് രാത്രി ഉറപ്പ് വരുത്തേണ്ടത് ആത്മാവിന്റെ നിത്യത മാത്രമായിരിക്കും ഈ സന്ദേശം ദേശത്തിന് അറിയിക്കുമ്പോൾ അമ്മ പാപത്തിൽ നിബന്ധിച്ച് കിടക്കുന്ന മദ്യത്തിനും മയക്കും അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ വിടുവിക്കുവാൻ ഞങ്ങൾ അറിയിക്കുന്ന സന്ദേശത്തിന് ഇന്ന് രാത്രി കരുത്തുണ്ട് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയതും അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയതും അവരുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തിയതും അവൻ ഹല്ലേലൂയ സമാധാനം നൽകിയതും ആശ്വാസം നൽകിയതും ഹല്ലേലൂയ ഇവിടെയുള്ള സംവിധാനങ്ങളല്ല ഇവിടെയുള്ള ഇസങ്ങളല്ല ഇവിടെയുള്ള പ്രത്യയശാസ്ത്രങ്ങളല്ല ഇവിടെയുള്ള നിയമങ്ങളല്ല ഇവിടെയുള്ള ജനമൈത്രി പോലീസ് അല്ല അവൻ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയത് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന പവിത്രമായ സുവിശേഷമാണ് ആ സുവിശേഷം ഇന്ന് രാത്രിയിൽ ഈ ദേശത്തെയാണ് ശക്തികൾ ഉയർത്തുകയാ നരഭോജിയെപ്പോഴും മനുഷ്യതലകളാക്കി മാറ്റിയതെന്താ സ്തോത്രം കർത്താവിന്റെ സുവിശേഷമാണ് ആ ഒരു നിരീശ്വരവാദി സ്തോത്രം നരഭോജിയിടയ്ക്ക് എന്നപ്പോൾ അവരങ്ങനെ വേദോസം ഇരിക്കുന്നു ഇത് ഇവിടെ എത്തിയോ ഈ പുസ്തകം ഇവിടെയും എത്തിയോ ആമേൻ അപ്പൊ നരഭോജി പറഞ്ഞ കാര്യമാ സാറേ ഈ പുസ്തകം ഞങ്ങളെ ഇരിക്കുന്നതുകൊണ്ടാണ് സാറ് പൊയിലോടെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആമേൻ ഉച്ചയുള്ള ദാനമായി നിൽക്കുന്നത് ഉച്ചയുള്ള ദാനം അടിച്ചാൽ ആമേൻ ഒരുപാട് കലവിടെ ഇരിപ്പുണ്ട് ആ കലത്തിനകത്ത് ഞങ്ങളെ പൊഴുങ്ങിത്തിന്ന ശരീരങ്ങളുണ്ട് അതിന്റെ ബാക്കി അസ്ഥികൾ സാറേ ഞങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം വന്നത് കൊണ്ടാണ്
സാറിപ്പം ജീവനോട് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ മനസ്സിലായോ? നരഭോജിയെ പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയ ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി സുവിശേഷം മാത്രമാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അസന്നിഗ്ധ ദേശത്തോട് വിളിച്ചറിയിക്കുന്നു, മറ്റൊരു തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ദൈവമല്ലാതെ, യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഉലകത്തിൽ ഇല്ലവേ ഇല്ല. ആ നാമത്തെ ഇന്ന് രാത്രി ഒരുമിച്ച് ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുകയാ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നമുക്ക് ലഭിച്ച വാഗ്ദത്തം എന്താ? വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. രണ്ട്, വായിക്ക്. ആമേൻ. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. രണ്ട്, ആമേൻ. നാം പ്രാപിച്ച വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പരിശോധന എന്താ? വിലയേറിയതാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പരിശോധന എല്ലാവരും അനുഭവിച്ചവരാണ്, ഇല്ലേ? യേശുക്രിസ്തുവിനെ കണ്ടതുകൊണ്ട് ആമേൻ പലരും പറഞ്ഞ അബദ്ധം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അബദ്ധമല്ല. ഈ ശോധനയിൽ കൂടി, ഈ വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ ആമേൻ ഒരു ഉരുപ്പടി തീയിൽ കൂടി ശോധന കഴിക്കപ്പെട്ട് അത് തിളക്കമുള്ള ഒരു ആഭരണമായി പുറത്തു വരുന്ന പോലെ ആമേൻ നമുക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതാണ്. യേശുവിനെ ആമേൻ തള്ളിപ്പറഞ്ഞ കൂട്ടർ ഈ ലോകത്തുണ്ട്. ആമേൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ആമേൻ അവര് സാഹചര്യങ്ങൾ ആമേൻ പ്രതികൂലമായപ്പോൾ എന്ത് ചെയ്തു? യേശുവിനെ എന്ത് ചെയ്തു? അവര് തള്ളിപ്പറഞ്ഞു. പഴയ നിയമത്തിൽ എബ്രായ ബാലന്മാർ മുമ്പിൽ കത്തിയത് തീച്ചുളയാണ്. ഈ തീച്ചുള ആളി കത്തുമ്പോൾ എബ്രായ ബാലന്മാർ എന്താ പറഞ്ഞത്? ആമേൻ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ വിടുവിക്കാൻ കഴിയും. അടുത്ത വാക്ക്, ഇനി വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? നമസ്കരിക്കുകയില്ല. ആ വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതായിരുന്നു. എന്താ? ഈ ആമേ തീച്ചുള മുമ്പിൽ ആളിക്കത്തുമ്പോഴും ഞങ്ങളുടെ ദൈവകൃപ മങ്ങുകയല്ല, ഞാൻ പ്രാപിച്ച അഭിഷേകം മങ്ങുകയല്ല, വിശ്വാസം ചോർന്നു പോകുകയല്ല. ഇന്ന് രാത്രി അത് ജ്വലിക്കുകയാണ്. ആ പരിശോധനയിൽ കൂടി ദൈവം തന്നെ കടത്തി വിടുന്നെങ്കിൽ അത് ദൈവത്തിന് വിലപ്പെട്ട പദ്ധതികളുണ്ടെന്ന് ഈ രാത്രി ദൈവത്തിലെ ആത്മാവ് ദേശത്തോട് കടന്നു വന്ന ദൈവജനത്തോട് ആമേ ആലോചന പറയുകയാണ്. അവരെന്താ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അടുത്ത വാക്ക്, ഇനി വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ എന്ത് ചെയ്യത്തില്ല. എന്താ വാക്കിന്റെ അർത്ഥം? സ്തോത്രം. ഒരുമാതിരിപ്പെട്ട പെന്തിക്കോസുകാർക്ക് പറയാൻ കഴിയാത്ത ഭാഗമാ. വിടുവിച്ചാലും ഇല്ലെങ്കിലും വിടുവിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ യോഗത്തിനൊക്കെ എല്ലാം ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് കൊടുക്കുന്നത്. ഡെലിവറൻസ് എല്ലാം വിടുതൽ ശുശ്രൂഷ കൊടുക്കാൻ കാര്യം എന്താ? അവിടെ വിടുതൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്ത വാക്ക് വിടുവിച്ചില്ലെങ്കിലും, കണ്ടോ? വിടുവിച്ചില്ലെങ്കിലും, ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കില്ല. അതിന്റെ അർത്ഥം വചന വെളിപ്പാട് പറയാം, ഒരു വിടുതലിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. വിടുതൽ തന്നാലും തന്നില്ലെങ്കിലും എന്റെ ദൈവം എനിക്ക് ദൈവം തന്നെയാണ്. അവൻ സൗഖ്യമായാലും സൗഖ്യമായില്ലെങ്കിലും എന്റെ ദൈവം എനിക്ക് ദൈവം തന്നെയാണ്. അവന് തലമുറയ്ക്ക് ഭാവി തുറന്നാലും ഇല്ലെങ്കിലും എന്റെ ദൈവം എനിക്ക് ദൈവം തന്നെയാണ്. ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും എന്റെ ദൈവം എനിക്ക് ദൈവം തന്നെയാണ്. നന്മയാണെങ്കിലും തീമയാണെങ്കിലും എന്റെ ദൈവം എനിക്ക് ദൈവം തന്നെയാണ്. ആ കർത്താവിനെ തള്ളിപ്പുറം നന്മ എനിക്ക് വേണ്ട. ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അതുകൊണ്ടാ ആ ഉപദേശം പാടിയത് അപ്പനും അമ്മയും വീടും ധനങ്ങളും എന്താ? കർത്താവ് തന്നെ അല്ലേ? ആമേൻ. അതങ്ങനെ പറയാൻ കാരണം എന്താ? എല്ലാവരും വിട്ടു, എല്ലാവരും തള്ളിക്കിടന്നു, ആരുടെയും സഹായമില്ല. കുടുംബക്കാർ പോലും ആമേൻ മാറിപ്പോയപ്പോൾ സ്തോത്രം അകത്ത് ക്രിസ്തു വെളിപ്പാട് പ്രാപിച്ച ഭക്തൻ പറയുകയാണ്, അപ്പനും അമ്മയും വീടും ധനങ്ങളെല്ലാം ആരാ? ആമേൻ, കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിൻ
വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതാണ്. അപ്പൊ യേശുവിനെ കണ്ടതുകൊണ്ടും അനുഭവിച്ചതുകൊണ്ടും അബദ്ധമാണെന്ന് ആർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ അബദ്ധമല്ല. ഈ ശോധന നിന്നെ പണിയുകയാണ്. എവിടത്തേക്ക്? ദൈവരാജ്യ പ്രവേശനത്തിനായി പണിയുന്നു. റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ ഘട്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അനുഭവിക്കുന്ന വിശ്വാസത്തിന്റെ പരിശോധന അത് താൽക്കാലികമാണ്. അനുഭവിക്കുന്ന കഷ്ടങ്ങൾ താൽക്കാലികമാണ്. അനുഭവിക്കുന്ന വേദനകൾ താൽക്കാലികമാണ്. അനുഭവിക്കുന്ന നിന്ദകളും വേദനകളും താൽക്കാലികം. പക്ഷേ വെളിപ്പെടാനിരിക്കുന്ന തേജസ് അത് താൽക്കാലികമല്ല, അത് നിത്യമാണ്. നിത്യമാണ്. ആ ദൈവം നൽകിയ ശോധനകൾക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്ന ഈ മക്കൾക്ക് ദൈവത്തെ മുമ്പിൽ കത്തുന്നത് തീച്ചുളയാണ്. ആ തീച്ചുള കൊണ്ട് പേടിച്ചോ? ഇല്ല. പറഞ്ഞത് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിലും ഈ ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? നമസ്കരിക്കത്തില്ല. എന്താ അവർ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അടുത്ത നിമിഷം ഈ തീക്കകത്ത് വീണ് കത്തി ചാമ്പലാകുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഞങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ്. അല്ല, അടുത്ത നിമിഷം ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഈ കത്തി ചാമ്പലായ ചാമ്പൽ കൂമ്പാരത്തിൽ നിന്ന് ആമേ സൃഷ്ടി ഉളവാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഒന്നുമില്ലായ്മ സകലത്തെ വിളിച്ചു വരുത്താൻ ഇന്ന് രാത്രി കരുത്തനായവൻ നിന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ ബോധ്യം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുക്ക്. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ആര് നിന്നെ കൈവിട്ടാലും ആര് നിന്നെ ഉപേക്ഷിച്ചാലും വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ അവൻ ജീവിക്കുന്ന ദൈവമാ. അന്യഭാഷ ദൈവത്തിന് ആരാധന കൊണ്ട് ശക്തിയോടെ അല്പസമയാധരങ്ങളെ തുറക്കട്ടെ. ഈ പരിശോധന നന്മയ്ക്ക, ഈ കഷ്ടത നന്മയ്ക്ക, ഈ നിന്ദകൾ നന്മയ്ക്ക. ദൈവരാജ്യ പ്രവേശനത്തിന് അവനെ ഒരുക്കുകയാ. ദൈവമക്കളെ, കൊണ്ടുപോയവരെ തീ ദഹിപ്പിച്ച് കളഞ്ഞതാ ഇല്ലയോ? കൊണ്ടുപോയവരെന്ത് ചെയ്തു? ആ തീ വിഴുങ്ങിക്കളഞ്ഞു. നമ്മൾ 3 പേരെയാണ് ഇട്ടത്. അപ്പൊ 3 പേരെ വലിച്ചെറിഞ്ഞിട്ട് കൊണ്ടുപോയവരും എന്ത് ചെയ്തു? കത്തി ചാമ്പലായി. സ്തോത്രം. അടുത്ത നിമിഷം കത്തി തീർന്നോ, കത്തി അമർന്നോ എന്നറിയേണ്ടതിന് രാജാവ് ദൂരത്ത് നോക്കുമ്പോൾ രാജാവ് ഭ്രമിച്ചു പോയെന്നാ. രാജാവ് അന്തം വിട്ടുപോയി. രാജാവ് പറഞ്ഞ വാക്കെന്താ? നമ്മൾ 3 പേരെ അല്ലയോ ഇട്ടത്, 4മതൊരുത്തൻ അവിടെ കാണുന്നു. അവർ കെട്ടഴിഞ്ഞവരായി നടക്കുന്നു, കെട്ടഴിഞ്ഞവരായി. ആമേൻ, ഹല്ലേലൂയ. അവന്റെ രൂപം ദൈവത്തോടോ ദൈവത്തിന്റെ ദൂതന്മാരുടെ സദൃശമെന്നല്ല, അവന്റെ രൂപം ദൈവപുത്രനോടൊത്തിരിക്കുന്നു. അങ്ങനെയാണ് ഇറങ്ങി വന്നതാരാ? ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രി ലോകം നിന്നെ കൈവിടുന്ന സമയങ്ങളുണ്ട്, ലോകം നിന്നെ ഉപേക്ഷിക്കുന്ന സമയങ്ങളുണ്ട്, എല്ലാവരും നിന്നെ മറക്കുന്ന സമയമുണ്ട്. വചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി അന്ത്യത്തോളം പോരാടുമ്പോൾ ലോകം നിന്നെ കൈവിടും. പക്ഷേ ഇറങ്ങി വരുന്നത് ദൈവപുത്രന്റെ സാന്നിധ്യമാണ്. ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ആമേൻ. അവർക്ക് പോയി അവരെ പിടിച്ചുകൊണ്ട് വരാനൊക്കെ കാര്യം എന്താ? തീച്ചുള 7 മടങ്ങ ആമേ കത്തുന്നത്. പോയി വിളിക്കാനൊക്കില്ല. പറഞ്ഞത് നിങ്ങളിങ്ങോട്ട് വരാനാ, ഇങ്ങോട്ട് ഇറങ്ങി. ആമേൻ. കാര്യം അവർക്ക് പോയി പിടിക്കാനൊക്കത്തില്ല. എന്റെ ഭക്തന്മാർ പൊന്നുപോലെ പുറത്തു. ഞാൻ ചോദിക്കട്ടെ, ഇവർ 3 പേരും കൂടെ ആ ബിംബത്തെ നമസ്കരിച്ചെങ്കിൽ സ്തോത്രം, കർത്താവിന്റെ നാമം അവിടെ മഹിമപ്പെടുവോ? ഇല്ല. 3 പേരും മാറിയപ്പോൾ ദൈവനാമം ദേശത്ത് മഹിമപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അന്നും ഇന്നും ദൈവം പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷത്തെ കൊണ്ടാണ്, ഭൂരിപക്ഷത്തെ കൊണ്ടല്ല. അഭിഷേകമുള്ള ഒരുത്തനെ കൊണ്ട്, ദൈവകൃപയുള്ള ഒരുത്തനെ കൊണ്ട്, ആത്മശക്തി പ്രാപിച്ച ഒരുത്തനെ കൊണ്ട്, നിയോഗം പ്രാപിച്ച ഒരുത്തനെ കൊണ്ട് കർത്താവിന്റെ നാമത്തെ ദേശത്ത് ഉയർത്താൻ എന്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് ഈ രാത്രി വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കൾ നന്ദിയോടെ ആരാധന കൊടുക്കണം കേട്ടോ. കുടുംബത്തിനകത്തിറങ്ങി ഒറ്റയ്ക്കാണോ? നിരാശപ്പെടല്ലേ. നിന്നിലൂടെ ദൈവത്തിന്റെ നാമം ദേശത്ത് മഹിമപ്പെടാൻ പോയാ. ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. ന്യൂനപക്ഷമാ, ഒറ്റയ്ക്കാ നിൽക്കേണ്ടത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും കർത്താവിന്റെ നാമം അതിലൂടെ മഹിമപ്പെടുകയാണ്. ആമേൻ. ഗൗരവമായ 1-2 വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട്
വേഗത്തിൽ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. ഒന്ന്, നമുക്ക് ലഭിച്ച വാഗ്ദത്തം അത് വിലയേറിയതാണ്. രണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതാണ്. മൂന്ന്, വായിക്കാം. 1 പത്രോസ് ആമേൻ 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 3, നമ്മെ വീണ്ടെടുത്ത രക്തം അത് വിലയേറിയ രക്തം. 1, നമുക്ക് ലഭിച്ച വാഗ്ദത്തം വിലയേറിയത്. 2, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. 3, നമ്മെ വീണ്ടെടുത്തത് കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. ഈ ജനത്തെ വീണ്ടെടുക്കാൻ ആര് കടന്നു പോകുമെന്നുള്ള ദൈവശബ്ദം സ്വർഗത്തിൽ മുഴങ്ങുമ്പോൾ ഞാൻ കടന്നു പോകാമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവരൂപത്തിലുള്ളവൻ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ പാർത്ത് നന്മ സുവിശേഷിച്ച് രോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ എഴുന്നേൽപ്പിച്ച്, കുടിറക്ക് കാഴ്ച കൊടുത്ത്, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി, ആമേൻ ഹല്ലേലൂയ, ആമേൻ അനേകരെ വിശപ്പടക്കി, പിതാവിന്റെ ഇഷ്ടം കാൽവറിയിൽ പൂർത്തീകരിക്കാൻ കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് അവൻ വേച്ചും വിറച്ചും വീണെഴുന്നേറ്റും കാൽവറിയുടെ കുലമരത്തിൽ എന്റെ കർത്താവ് തകർക്കപ്പെടുമ്പോൾ മാനവജാതിക്ക് കൊടുത്തത് അവൻ വീണ്ടെടുക്കാൻ, അവരെ വീണ്ടെടുക്കാൻ കൊടുത്തത് ഭൗതിക നന്മയല്ല, അവന്റെ വിലയേറിയ രക്തമാ. കർത്താവിന് എന്താണ് ആമേൻ ഉണ്ടായിരുന്നത്? അത് വിലയേറിയ രക്തം എന്ത് ചെയ്തു? ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി തരികയാണ്. ഇനി വചനത്തിന് വെളിപ്പാട് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. പഴയ നിയമത്തിൽ അക്ഷരികമായിട്ടുള്ള ആലയം പണിയാൻ സ്തോത്രം ആഗ്രഹിച്ചാലെന്നറിയാവൂ. അത് ദാവീദാണ്. ദാവീദ് പറഞ്ഞത് യഹോവയ്ക്കൊരു മന്ദിരം, ആലയം പണിയണം. പക്ഷെ മന്ദിരം പണിയാൻ ആഗ്രഹിച്ച് ദാവീദിനെ കൊണ്ട് ദൈവം പണിയിപ്പിച്ചില്ല. കാര്യം എന്താ? പണിയിപ്പിക്കാതെ കാരണം നീ മുഖാന്തരം അനേകരുടെ രക്തം ഈ ഭൂമിയിൽ വീണിട്ടുണ്ട്. ആമേൻ. കാര്യം വാളെടുത്തുകൊണ്ട്, ഇത് വാളെടുത്ത കൈയാണ്, ഇത് രക്തം പുരണ്ട കൈയാണ്. രക്തം പുരണ്ട കൈ കൊണ്ടൊരിക്കലും ആലയം പണിയാൻ ഒക്കില്ല. പക്ഷേ ആമേൻ ആഗ്രഹം നല്ലതാണ്. നിന്നെ കൊണ്ടല്ല ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്, നിന്നിൽ നിന്ന് പുറപ്പെടുന്ന തലമുറ എനിക്ക് വേണ്ടി ആലയം പണിയും. പഴയ നിയമത്തിൽ ദൈവത്തിന് ആലയം പണിയാൻ ആഗ്രഹിച്ച ദാവീദിനെ കൊണ്ട് ദൈവം പണിയിപ്പിക്കാത്ത കാര്യം എന്താ? അത് രക്തം പുരണ്ടത് കൊണ്ടും വാളെടുത്തത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാരാ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. ഇത് ശരീരമാകുന്ന ആലയമാണ്. ഈ ശരീരമാകുന്ന ആലയം ആമെ പണിയേണ്ടതിന് പിതാവായ ദൈവം ഒരുവനെ അയച്ചു. ആമെ പഴയ നിയമത്തിൽ ദാവീദ് ആലയം പണിയാൻ ആഗ്രഹിച്ചും പണിയിപ്പിക്കാതെ ആമേ സ്തോത്രം തന്റെ മകനെ കൊണ്ട് പണിയിപ്പിക്കാൻ കാരണം അത് വാളെടുത്ത കരമായതുകൊണ്ടും രക്തം പുരണ്ട കൈ ആയതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആമേ ശരീരമാക്കുന്ന ആലയത്തെ പണിയാൻ ഒരുവൻ ഇറങ്ങി വന്നു. അത് ദാവീദ് പുത്രനാ. കൈകൾ ഉയർത്തി ദൈവത്തിന് ശക്തിയോടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. ആ കരത്ത് രക്തം പുരണ്ടിട്ടില്ല. അത് വാളെടുത്തല്ല, വാളെടുക്കുന്ന വാളാൽ നശിച്ചു പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരുവനെയുള്ളൂ. ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു മാത്രമാ. മനസ്സിലായോ? ദൈവ മക്കൾക്ക് വചനത്തിന് വെളിപ്പാട് മനസ്സിലായോ? ആമേ ദാവീദിനെ കൊണ്ട് പണിയിപ്പിക്കാത്ത കാരണം അത് രക്തം പുരണ്ടുകൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ രക്തം പുരളാതെ വാളെടുക്കാതെ ഒരു സാമ്രാജ്യം കെട്ടുയർത്തിയിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സാമ്രാജ്യമാണ്. ആ ദൈവരാജ്യം വെളിപ്പെടാറായി, ആ ദൈവരാജ്യം വെളിപ്പെടാൻ സമയമെടുത്തിരിക്കുകയാണ്. പ്രത്യാശകത്തുള്ള ചെറിയ മക്കൾ കരങ്ങളടിച്ച ദൈവത്തിന് ഈ രാത്രി ആരാധന കൊടുക്കും. ഇവിടെ എത്ര പേര് ജനിച്ചു? ഉന്നത ജനിച്ചില്ലേ? എല്ലാവരും ജനിച്ചടാ ഉന്നതന്മാരായത്, രാജാക്കന്മാരായത്. ഹേരോദാവ് പറഞ്ഞത് രാജാവായി പിറന്നവൻ എവിടെയെന്നാ? എല്ലാരും പിറന്നിട്ട രാജാവായത്. യേശുവിന്റെ പ്രത്യേകത ആമേൻ. അപ്പൊ രാജാവായി പിറന്നവനാ. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവാണ് നമുക്ക് വേണ്ടി രക്തം ചെയ്യുന്നത്.
ഊറ്റിത്തന്നത്. ആമേൻ. അക്ഷരീകമായിട്ടുള്ള ആലയം പണിയാൻ ആഗ്രഹിച്ചവനെ കൊണ്ട് പണിയിപ്പിക്കാത്ത കാരണം രക്തം പുരണ്ടത് കൊണ്ടാണ്. നിങ്ങളിൽ ആരെന്റെ പാവത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് തന്റെ ഇടത്തോടെ ആമേൻ ഹല്ലേലൂയ ധൈര്യത്തോടെ ഒരുവൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രിസ്തു മാത്രമാണ്. അവൻ പാപത്തെ ജയിച്ചവനാണ്, അവൻ ലോകത്തെ ജയിച്ചവനാണ്, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെ ജയിച്ചവനാണ്, അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്, അവൻ പുസ്തകം തുറക്കാനും അത് മുദ്രകളെ പൊട്ടിക്കാനും ജയം പ്രാപിച്ചവനാണ്. അവൻ പരാജയപ്പെട്ടവനല്ല, ക്രൂശിൽ നടന്ന പരാജയമല്ല, ക്രൂശിൽ നടന്നത് ജയമാണ്. അവനെ ആയുധവറ്റം വെപ്പിച്ചുകൊണ്ട് ജയോത്സവം കൊണ്ടാടിയ യേശു എന്ന രാത്രിയിൽ ഈ ദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്റെ കൂടാരത്തെ, നിന്റെ ഭവനത്തെ, നിന്റെ തലമുറയെ, നിന്റെ ജീവിതത്തെ ഇന്നത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുവരെയാണ് ഞങ്ങൾ അവയെ പരിചയപ്പെടുന്നത്. അത് യേശു ക്രിസ്തു മാത്രമാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, അത് വിലയേറിയ രക്തം. ഇനി പഴയ നിയമത്തിലെ ആലയം പണിയാൻ ആഗ്രഹിച്ചത്, സ്തോത്രം, പണിയുമ്പോൾ അതിനുപയോഗിച്ച വസ്തുക്കൾ വിലയേറിയ വസ്തുക്കൾ എന്നാ വായിക്കേണ്ടതാണ്, സമയമില്ല. വിലയേറിയ വസ്തുക്കൾ, വിലയേറിയ രത്നങ്ങൾ. അപ്പൊ പഴയ നിയമത്തിൽ അക്ഷരികമായിട്ടുള്ള ആലയം പണിയാൻ ആഗ്രഹിച്ച് ആമേൻ താല്പര്യത്തോടെ വരുമ്പോൾ ആലയത്തിനകത്ത് ഉപയോഗിച്ച വസ്തുക്കൾ, രത്നങ്ങളെല്ലാം വിലയേറിയ രത്നങ്ങളാണ്. എന്നാൽ ശരീരമാകുന്ന ആലയത്തെ ശുദ്ധീകരിക്കാൻ ഇതിനകത്ത് ആമേ ഭൗതിക വസ്തുക്കളല്ല, ഇതിന് വിലപ്പെട്ടതായി മാറിയത് ആമേ ചൊരിയപ്പെട്ട വിലയേറിയ രക്തമാണ്. എത്ര പേർക്ക് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? വാഗ്ദത്തങ്ങൾക്ക് ദൂരസ്ഥരായ നമ്മൾ, അന്യരും പരദേശികളുമായ നമ്മൾ, ദൈവത്തോട് ശത്രുക്കളായ നമ്മൾ ഇതിനകത്ത് പ്രവേശിക്കാൻ ഒരു യോഗ്യതയുമില്ല. നമ്മളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് ഇന്ന് രാത്രി എത്ര സ്തോത്രം ചെയ്താലും മതി വരികയില്ല. നാം ദൈവത്തെ തേടിപ്പോയതല്ല, നാം ദൈവത്തെ അന്വേഷിച്ചതല്ല, നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല. അവൻ നമ്മെ തേടി വന്നതാണ്. അവൻ നമ്മുടെ മേൽ പകർന്ന ആ സ്നേഹത്തെ ഓർത്തുന്ന രാത്രിയിൽ എല്ലാ ദൈവമക്കൾ സ്തോത്രം ചെയ്യുക. കാണില്ല ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനം വെളിപ്പെട്ടത് അത് കാൽവറിയില. കുറ്റമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ഒരു കുറ്റവാളിയെ പോലെ അവയെ ക്രൂശിക്കുകയും ചെയ്ത കർത്താവിനെ. അവയെ പീലാത്തോസ് പറഞ്ഞത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് എന്തില്ല, പങ്കില്ല. പീലാത്തോസിന് ഭാര്യ ദർശനം കിട്ടി. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ സ്വന്തം തോളിൽ തലചായ്ച്ച ക്രിസ്തു കാൽവറിയിൽ മരിക്കുമ്പോൾ ശതാധിപൻ പറഞ്ഞു, ഇവനൊരു നീതിമാനായിരുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കറ അല്പം പോലും നമ്മുടെ കർത്താവ് ശരീരത്തിൽ ഏശിയിട്ടില്ല. ജീവിതം മുഴുവനും പിതാവിനെ ഇഷ്ടം ചെയ്യേണ്ടതിനാണ് വന്നത്. ഒന്നത് കുറ്റമില്ലാത്ത രക്തമാണ്, രണ്ടത് സംസാരിക്കുന്ന രക്തമാണ്, മൂന്ന് അത് നീതിമാന്റെ രക്തമാണ്, നാല് അത് വിശുദ്ധ മന്ദിരത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പ്രാഗൽഭ്യം തന്ന രക്തമാണ്, അഞ്ച് അത് നിത്യനിയമത്തിന്റെ രക്തമാണ്. ഇന്ന് രാത്രിയിലും ആ രക്തമാണ് നമ്മെ ഇന്ന് വീണ്ടെടുത്തത്. പാപത്തിന്റെ കറയെ, കടിഞ്ചുവപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ചത് അത് യേശുവിന്റെ പുണ്യാക രക്തമാണ്. രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തത്തിന്റെ അടുക്കലത്ത് നമ്മൾ വന്നിരിക്കുന്നത്. അതോടെ യേശു പഴയ നിയമത്തില് ആമേൻ ഹാബേൽ തൊട്ട് ബെരക്യാവിന് മകനായ സെഖര്യാവിന് രക്തംബലിയെ കുറിച്ച് യേശു പറയുകയാണ്. അത് നിങ്ങളോട് ചോദിക്കേണ്ടതാകുമെന്നാ. നിങ്ങളോട് എന്ത് ചെയ്യുന്നു? ചോദിക്കുക, നിങ്ങളോട് നിലവിളിക്കുമെന്നാ. കാര്യം എന്താ? ബെരക്യാവിന്റെ മകനായ സെഖര്യാവിനെ കൊന്ന എവിടെ അറിയാവോ? ആലയത്തിനകത്തിട്ടാണ്, മന്ദിരത്തിനും യാഗപീഠത്തിനും മധ്യ വെച്ച്. അതെവിടാ? അത് പ്രാകാരമാണ് എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ആലയത്തിനകത്തുനിന്നുകൊണ്ട് ദൂതറിയിച്ച സെഖര്യാവിനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ദൂത് കർശനമായപ്പോൾ എന്ത് ചെയ്തു?
ആമേൻ സെക്കരിയാവിനെ അവിടെ ഇട്ട് കല്ലെറിഞ്ഞു കൊന്നു. ആമേ ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെ അതിന്റെ അകത്തിട്ട് എന്ത് ചെയ്തു? തന്റെ ഭക്തന് വകവരുത്തി കളഞ്ഞു. ഹാബേൽ ആമേൻ തന്റെ സ്വന്തം സഹോദരനാണ് എന്ത് ചെയ്തത്? ഹാബേലിനെ കൊന്നത് വഴിയിൽ വെച്ച്. അത് തൊട്ട് എവിടം വരെ? ബെരക്യാവിന് മകനായ സെക്കരിയാവിന് രക്തം വരെയും നിങ്ങളോട് ചോദിക്കേണ്ടതാകും. അത് നിലവിളിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിലവിളിക്കുകയല്ല, അത് ഇന്ന് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ആരാധന കൊടുക്കാൻ കഴിയുന്നുണ്ട്. നിന്റെ പാപത്തെ ക്ഷമിച്ചത്, എന്നെ ദൈവമകനായി മാറ്റിയത്, എന്നെ ദൈവ പൈതലാക്കി മാറ്റിയത്, എന്നെ ദൈവരാജ്യ പ്രവേശനത്തിന് യോഗ്യനാക്കി മാറ്റിയത്, അത് കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മെ വീണ്ടെടുത്ത രക്തം ഏതാ? വിലയേറിയ രക്തം. അവൻ പാപം എങ്ങനായിരുന്നു? കടിഞ്ചുവപ്പായ പാപം. അത് ഹിമം പോലെ എന്ത് ചെയ്തു? വെളുപ്പിച്ചു. ഇതിന്റെ അകത്ത് ഇപ്പൊ ആരൊക്കെ വസിക്കുന്നത്? ദൈവപുത്രനായ ക്രിസ്തു, 2 പരിശുദ്ധാത്മാവ്, 3 കൃപാവരങ്ങൾ ഇതിനകത്ത് ജ്വലിക്കുകയാണ്. ഇങ്ങനെ യോഗ്യരാക്കി മാറ്റാൻ കഴിഞ്ഞത് യേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തമാണ്. ഒരു മനുഷ്യൻ മരിച്ചാലേ ചില ദിവസം കഴിയുമ്പോൾ അത് ആ ശരീരം മണ്ണോട് ചേരും. പിന്നെ അതൊന്നിനും കൊള്ളില്ല. മനസ്സിലായോ? സ്തോത്രം. പിന്നെ കർത്താവിന്റെ വരവിലാണ് അത് വെളിപ്പെടുന്നത്. എന്നാൽ യേശുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത ആ ശരീരം ദ്രവത്വം കണ്ടില്ല എന്നുള്ളതാണ്. പീലാത്തോസിന് ഭയമുണ്ടായി. ഇവനെ കല്ലറയ്ക്കകത്ത് ഒതുക്കിയാൽ ചില ഉയർത്തെഴുന്നേറ്റാലോ. കാവൽക്കൂട്ടത്തെ വെച്ചിട്ട് കല്ലറ ഉറപ്പാക്കി പടയാളികളെ നിർത്തി ആ ചതിയൻ ജീവനോടിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അവൻ ഉയർത്തെഴുന്നേൽക്കും, ഈ മന്ദിരം പൊളിയും, പക്ഷെ 3-ാം നാൾ അതിന് പണിയുമെന്ന് യേശു പറഞ്ഞ വാക്ക് ഓർമ്മ വന്നിട്ട് കാവൽക്കൂട്ടത്തിൽ നിർത്തി റോമൻ മുദ്രയും വെച്ച് യേശു ഒതുക്കാൻ ശ്രമിച്ചു. പക്ഷേ കർത്താവ് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയെന്നല്ലാരും വിചാരിച്ചത്. കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയതല്ല, അവൻ അതിന്റെ അകത്തിന് സകലത്തെയും ഒതുക്കുകയായിരുന്നു. സകലത്തെയും ഒതുക്കുകയായിരുന്നു. ഭാഷകളും അധികാരങ്ങൾ ജയിച്ച ക്രിസ്തുവിനെ, മരണത്തെയും പാതാളത്തെയും ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞങ്ങളിവിടെ ഉയർത്തുകയാണ്. ആ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി കൈകൾ അടിച്ച ദൈവത്തിന് ശക്തിയോടെ ആരാധന നടത്താൻ. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അടുത്ത നിമിഷം യേശുക്രിസ്തു ഈ വിലയേറിയ തരുമെന്ന് ഒരു സ്ത്രീക്ക് ബോധ്യം വന്നിട്ട് കർത്താവ് അമ്മ പാർക്കുന്ന വീട്ടിൽ ഒരു സ്ത്രീ വന്ന് പാപം വിടുവിക്കപ്പെട്ടവൾ യേശുവിന്റെ അടുക്കൽ വന്ന് അവൾക്ക് എന്താണോ വിലപ്പെട്ടത്, ആ വിലപ്പെട്ടത് കൊണ്ട് കർത്താവിന്റെ കാൽക്കൽ പൊട്ടിച്ചൊടിച്ചിട്ട് അവന്റെ പാദങ്ങളെ ചുംബിച്ച് തലമുടി കൊണ്ട് ആ പാദങ്ങളെ തുവർത്തുകയാണ്. സ്തോത്രം. അത് വചനം പറയുന്നത് വിലയേറിയ പരിമള തൈലം, വിലയേറിയ പരിമള തൈലം. അവൾക്ക് ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ടത് എവിടെ കൊണ്ടുവച്ചു? കർത്താവിന്റെ കാൽക്കൽ കൊണ്ടുവച്ചിട്ട് എന്താ ചെയ്തത്? ആമേൻ, സ്തോത്രം. അത് പൊട്ടിച്ചൊടിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭൂമിയിൽ നമുക്കെന്തും നേടാം, പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്. യേശുവിന്റെ കാൽക്കൽ നമ്മൾ എന്തുകൊണ്ട് വെച്ചാലും അത് വിലയുള്ളതാണ്. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. 2 കാശിട്ട വിധവയാണ് കർത്താവ് എന്ത് ചെയ്തത്? കർത്താവ് കണ്ടത് ആ വിലപ്പെട്ടതിനെയാ. സ്തോത്രം. അനേക യഹൂദന്മാരും പരീക്ഷന്മാരെല്ലാം ഭണ്ഡാരത്തിനകത്ത് പണം നിക്ഷേപിച്ചെങ്കിലും യേശുവിന്റെ കണ്ണുടയ്ക്കത് എവിടെയാ? 2 കാശിട്ട കർത്താവിന് വിലയുള്ളതായി കാണുകയാണ്. യേശുവിന്റെ കാൽക്കൽ എന്തുകൊണ്ട് വെച്ചാലും അത് വിലയേറിയതാണ്. കാരണം അടുത്ത നിമിഷം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവന് മരിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? അതുകൊണ്ടാണ് ശിഷ്യന്മാര് പറഞ്ഞത് ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. കർത്താവ് പറഞ്ഞത് ഇതിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ചെയ്തതാകുന്നു. ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ഇതും എന്ത് ചെയ്യും? പ്രസ്താവിക്കും. അവൾ പ്രസംഗിക്കുന്നല്ല, ഇത് അവൻ ലോകത്തിലെ 5 വൻകരകളിലും പ്രസ്താവിക്കും. എന്താ അവൾ ചെയ്തത്? വിലയേറിയ കാര്യമാണ്. ഇന്ന് രാത്രിയിലും നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഹൃദയത്തെയാണ്. ഹല്ലേലൂയ. എത്ര ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു? ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് വായിച്ച മത്തായി സുവിശേഷം
13-ാം അധ്യായം അതിന്റെ 46 വായിക്കും. പെട്ടെന്ന് വായിച്ചു. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. തനിക്കുള്ളതൊക്കെയും വിറ്റ് എന്ത് ചെയ്തു? വാങ്ങി. വിലയേറിയ മുത്ത് എന്ത് ചെയ്തു? കണ്ടെത്തി. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ വിലയേറിയ മുത്തൊരു വ്യാപാരി കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതൊക്കെ എന്ത് ചെയ്തു? വിറ്റെന്നാണ്. എന്തൊക്കെ തനിക്കുണ്ടോ അതെല്ലാം വിറ്റിട്ട് ആ വിലപ്പെട്ട മുത്തിനു വേണ്ടി അദ്ദേഹം ഈ സമ്പത്തെല്ലാം ചെലവഴിക്കുകയാണ്. അപ്പൊ നമുക്ക് നിരാത്തെങ്കിലും കൊടുക്കാനുണ്ടോ? ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മള് കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരാതിയോടെ പലരും ചെയ്യുന്നു ഇല്ലോ. ഈ നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് ദൈവനാമത്തിന് വേണ്ടി ആത്മാർത്ഥതയോടെ മനസ്സ് തുറന്നു വേണം ചെയ്യാൻ, അത് ചെയ്യാൻ. സ്തോത്രം. നമ്മൾ കൈവിട്ട് പോയല്ലോ എന്ന് പറഞ്ഞായിരിക്കുക ഇതുപോലൊരു ജാതി അല്ലേ? സ്തോത്രം. കൈവിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് പരാതി പറയുകയാണ്. ഈ മനുഷ്യൻ ദൈവരാജ്യത്തിന് വെളിപ്പാട് വേണ്ടി എന്താ ചെയ്തത്? തനിക്കുള്ളതൊക്കെയും വിറ്റു വിലപ്പെട്ട മുത്തിനെ കണ്ടെത്തി. അങ്ങനെ ആ വിലയേറിയ മുത്ത് ഏതാ? ദൈവരാജ്യത്തിനകത്തുള്ള വിലയേറിയ മുത്ത് അത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. ശ്രമിക്കാൻ കഴിയുന്നുണ്ട് ദൈവമക്കൾ? കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. പിതാക്കന്മാർ പാടില്ല, എന്റെ സമ്പത്ത് ഒന്നുമില്ലോ വേറെ ഇല്ലെന്ന്, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പിതാക്കന്മാർ പാടിയ പാട്ടുകളാണ് ഇതൊക്കെ. ഇന്നാരും പാടുന്നില്ല, അതാണ് ഏറ്റവും വലിയ. നമ്മുടെ ഏരിയയിൽ എപ്പോഴും പഴയ പാട്ടുകളാണ് പാടുന്നില്ലയോ? ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. പാസ് വിൽസം പാസ് എപ്പോഴും പഴയ പാട്ടുകൾ കൂടുതലും പാടുന്നു. പഴയ പാട്ടുകൾ അതിന്റെ മാതിരി ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ വർണ്ണിക്കുകയാണ്. എനിക്ക് ലഭിച്ച വിലപ്പെട്ട സമ്പത്ത്, ആമേൻ, വിലപ്പെട്ട നന്മ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. യേശു എന്നടിസ്ഥാനം ആശ്രയവനീനത്തെ, യേശു യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൽ. ഒന്നുകൂടെ പാട്ട് പാടണം. ഒരു കാര്യം പറയാനുണ്ട്, മറ്റൊന്നുമല്ല. ഈ കുഷ്ഠരോഗികളെ ഞാൻ പലതവണ കേട്ട കാര്യമാണ്. സ്തോത്രം. കുഷ്ഠരോഗികളുടെ ആശുപത്രിയിൽ ഞങ്ങളുടെ ദൈവാസന്മാർ ചേർന്ന് പോയപ്പോൾ അവർക്ക് ഈ കൈപ്പത്തിയൊന്നുമില്ല. അവർ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടിട്ട് ഞാൻ പറയുന്നത്, ആമേൻ, കൈപ്പത്തിയില്ല, മൂക്കിന്റെ പകുതിയില്ല, വായുടെ പകുതിയില്ല. അവര് സംസാരിക്കുമ്പോൾ ഈ പഴുപ്പ് ഇങ്ങനെ ഒട്ടുന്നുണ്ട്. ഇങ്ങനെ ആമേൻ, മുഴുവൻ പഴുപ്പാണ്. സ്തോത്രം. നമ്മളെ വേദന മാറാൻ പ്രാർത്ഥിക്കുകയാണ്, അവർ വേദന വരാൻ പ്രാർത്ഥിക്കുകയാണ്. കാര്യം ഈ കുഷ്ഠരോഗം വന്നാൽ ഈ വേദന വന്ന് അറിയത്തില്ല. അതാണ് ഈ കുഷ്ഠരോഗത്തിന്റെ പ്രത്യേകത. സ്തോത്രം. അപ്പോൾ ഈ സഹോദരന്മാരെല്ലാം ഇങ്ങനെ ഇരുന്ന് അവരോട് സംസാരിച്ചു. ദൈവാസന്മാർ പ്രാർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ ഈ സഹോദരന്മാർ ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട ദൈവകൃപയുള്ള സഹോദരന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, കർത്താവേ, പ്രിയ ദൈവാസന്മാരെ, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനും ഒരു കാര്യം ചെയ്യണം, ഒരു പാട്ടുപാടി എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു പാട്ടുപാടി. അവരൊരു പാട്ടുപാടി. എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല എന്നുള്ള പാട്ടല്ല, സ്തോത്രം. അവരൊരു പാട്ട് അങ്ങോട്ട് പാടി. അത് നമ്മളിപ്പോൾ പാടി. സ്തോത്രം. അത് പാടി അങ്ങോട്ട് ആരാധിച്ചപ്പോൾ അന്തരീക്ഷം മാറി. അവർ കൈയടിക്കുന്നുണ്ട്. ഈ കൈയടിക്കുമ്പോൾ കൈപ്പത്തിയില്ല. ഈ കൈപ്പത്തി അവർക്കില്ല. ഇങ്ങനെ അടിക്കുമ്പോൾ പഴുപ്പ് തമ്മിൽ ഒട്ടുകയാണ്. സ്തോത്രം. ഒരു പാടിയ പാട്ടാണ്, രോഗമെന്നെ പിടിച്ച് ദേഹം ശലിച്ചാലുമൻ വേഗം വരും എന്നാഥൻ ദേഹം പുതുതാക്കിയിടും. സ്തോത്രം. നമുക്ക് ദൈവം കൈയും കാലും തന്ന് നമ്മൾ കൈയടിക്കത്തുമില്ല. ആമേ, കൈയടിക്കാത്തവരെ സാധനം കൈയും കാലും ഇട്ടടിക്കും. അത് നരകത്തിൽ. അത് പിന്നീടാ. സ്തോത്രം. ഇപ്പൊ കൈയടിക്കുന്നവർക്ക് അവിടെ കൈയും കാലും എന്ത് ചെയ്യണ്ട. സ്തോത്രം. കൈയടിച്ച് ദൈവം നമുക്ക് എത്ര ആരോഗ്യം തന്നില്ലേ. നമുക്ക് എത്ര ദൈവത്തെ സൂചിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരം തുറന്നു വീഴും ദൈവത്തെ സ്തുതിക്കാൻ.
ആമേൻ. ഉച്ചത്തിൽ വേണം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഒരൊറ്റ സ്തോത്രം പറഞ്ഞ് ഉറക്കെ വേണം പറയാൻ. ആമേൻ. ദൈവത്തിന് മഹത്വം. കാര്യം ഇത് ചെയ്യാൻ കഴിയും ഒരുപാട് പേര് ഭാരപ്പെടുന്നുണ്ട്. ഒരു തുള്ളി വെള്ളമിറക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആശുപത്രിയുണ്ട്. ഇന്ന് രാത്രി നിന്റെ തലമുറകളെ ക്ഷേമത്തോടെ ഇതിനകത്ത് കൊണ്ടിരുത്തി കർത്താവിന് കൃപയെ അനുഭവിക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിന് എത്ര ദൈവത്തിന് ആരാധന കൊടുക്കുന്നത്. രോഗമെന്നെ പീഡിച്ചൻ വേഗം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ വേഗം വേഗം വരും എന്നാഥൻ വേഗം ഉരുതാക്കിട വേഗം വരും. ഓ എത്ര മധുരമാവ നാമമേനിക്കുമാത, എത്ര മധുരമാവ നാമമേനിക്കുമാത. ഓർക്കുവർ ഓർക്കുവർ ആക്കി മാറ്റുപോകുന്നു, ഓർക്കുവർ ഓർക്കുവൻ ആക്കി മാറ്റുപോകുന്നു. യേശുയൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ, യേശുയൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ, ആശ്വാസത്തിൻ യേശുവിൻ കണ്ടേനാലും ആശ്വാസത്തിൻ യേശുവിൻ കണ്ടേനാനോ, ആശ്വാസത്തിൻ ഉണരാ യേശുവിൻ ആമേൻ. ആശ്വാസത്തിൻ ഉണരാ യേശുവിൻ കണ്ടേനാലും. എന്റെ ദേഹം ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ഈ കഷ്ടതയിൽ കൂടി എന്നെ ദൈവം കടത്തി വിടുന്നതിന് പിന്നിൽ എന്റെ കർത്താവിന്റെ മുഖം കാണുക എന്നുള്ളതാണ്. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുകയാണ്. ഇന്ന് രാത്രിയിലും ആ ദൈവമുഖം അന്വേഷിക്കുന്ന ദൈവമക്കൾ അവൻ ദൈവത്തിന് ശക്തിയോടെ ആരാധന കൊടുക്കുക. ഹല്ലേലൂയ. ഈ ശോധനയുടെ അന്ത്യനിമിഷത്തിൽ എന്റെ കർത്താവിനെ കാത്തു നിൽക്കുകയാ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അതോടൊപ്പം ദൈവത്തിന് ആരാധന കൊടുക്കുക. രക്തം ജയം രക്തം ജയം രക്തം ജയം യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. ആമേൻ. നേരത്തെ ബോസ് പാസ്റ്റർ പറഞ്ഞതുപോലെ അവേ നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യും? തുടയ്ക്കും. ആമേ തുടയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് കയറി ചെല്ലണം. ആമേൻ. കരഞ്ഞോണ്ട് കയറി ചെല്ലണം. ആമേൻ. അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവരെല്ലാം തുടയ്ക്കുന്നത് അത് എന്നേക്കുമായി തുടയ്ക്കുകയാണ്. നമ്മുടെ കണ്ണുനീരെല്ലാം തീരാൻ സമയമെടുത്തു കേട്ടോ. നമ്മുടെ നിന്നയെല്ലാം തീരാറായി. നമ്മൾ ആരെയാണോ കാത്തിരിക്കുന്നത് ആ കർത്താവ് തേജസ്സിൽ വെളിപ്പെടാൻ പോകുകയാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടാൻ സമയമെടുത്തു. പ്രത്യാശയുടെ മക്കളെ രാത്രിയിൽ ദൈവത്തിന് ശക്തിയോടെ ആരാധന കൊടുക്കുക. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഇവിടുന്ന് പുറപ്പെടാൻ സമയമെടുത്തു. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് നമുക്ക് ലഭിച്ച വാഗ്ദത്തം വിലയുള്ളതാണ്. രണ്ട് നമ്മെ വിശ്വാസത്തിന്റെ പരിശോധന അത് വിലയേറിയതാണ്. മൂന്ന് നമ്മെ വീണ്ടെടുത്ത രക്തം അത് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. നാല് ആമേൻ അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ അത് വിലയേറിയതാണ്. ആമേൻ. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ ദേഹവും ദേഹി എന്ത് ചെയ്യും? അത് നശിക്കാൻ പോവുകയാണ്. ഇതിന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. അതാരാ? അത് ആത്മ മനുഷ്യനാണ്. ആമേ. പുറത്തെ മനുഷ്യനല്ല. പുറത്തെ മനുഷ്യന് കണ്ണുണ്ട്, കാതുണ്ട്, ആമേ സ്തോത്രം, അല്ലെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലെ അകക്കണ്ണിന് പ്രകാശനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ കാണുന്നത് എങ്ങനെയാണ്? അത് ആത്മ മനുഷ്യന്റെ സ്വരൂപത്തോടെയാണ്. അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ. അത് വിശദീകരിക്കുന്നില്ല. അത്
ദൈവ സന്നിധിയിൽ വിലയേറിയതാണ്. നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ആത്മമനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അതിലൊരിക്കലും മരണമില്ല കേട്ടോ. അത് ദൈവരാജ്യ പ്രവേശനത്തിന് അവൻ യോഗ്യരാക്കി മാറ്റണമെങ്കിൽ ഇത് ക്ലിയർ ആയിരിക്കണം. ഈ വസ്ത്രത്തെ അലക്കി വെളുപ്പിക്കണം. അവർക്ക് മാത്രമാണ് ദൈവരാജ്യം കിട്ടുന്നത്. ആമേൻ. ഗ്ലോറി. അത് അക്ഷയഭൂഷണമായ ആ വാക്യം വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. ആമേൻ. 1 പത്രോസ് 3-ാം അധ്യായം 4-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. ആമേൻ. സ്തോത്രം. സൗമ്യതയും സാവധാനവും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും. അത് ദൈവസന്നിധിയിൽ അതാരാ? ഗൂഢമനുഷ്യനാരാ? രഹസ്യമായി ഇരിക്കുന്ന ആത്മമനുഷ്യൻ. അതെന്ത് ചെയ്യും? അത് വിലയേറിയതാണ്. അത് വിലയേറിയതാണെന്ന് അറിയുന്നത് ഇവിടെ വെച്ചാ അത് ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോഴാണ് എത്രയും വിലയുള്ളതായിരുന്നു മനസ്സിലാകുന്നത്. സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്താ? അയ്യോ, ഞാനിവിടെ നേരത്തെ വരേണ്ടതായിരുന്നു. കാര്യം അത്രത്തോളം തേജസ് കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. നാം കേട്ട സുവിശേഷം തേജസ്സുള്ളതല്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ഇവിടെയുള്ളതെല്ലാം അവൻ അവസാനിക്കുകയാണ്. അവസാനിച്ചിട്ട് നമ്മൾ കേട്ട അവൻ സുവിശേഷം, നമ്മൾ അനുഭവിക്കുന്ന തേജസ് അത് അവസാനിക്കുന്നില്ല. അത് നിത്യത വരെയും തുടരുകയാണ്. അതിൽ ഒന്നാമത്തെ തെളിവ് നാം കേട്ട സുവിശേഷം. യേശുവിനെ എങ്ങനെ അറിഞ്ഞത്? അത് സുവിശേഷത്തിലൂടെയാണ്. അതെങ്ങനെയാ? അത് തേജസ്സുള്ള സുവിശേഷമാണ്. ഒന്ന്, നാം കേട്ട സുവിശേഷം അത് തേജസ്സുള്ളതാണ്. 2, ആമേൻ സ്തോത്രം, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്നത് എന്താ? അത് ദൈവത്തിന്റെ തേജസ്സാണ്. Praise the Lord. Hallelujah. 3, നമ്മുടെ മേൽ ഏൽപ്പിച്ച ശുശ്രൂഷ അത് തേജസ്സേറിയ ശുശ്രൂഷയാണ്. നമുക്ക് ലഭിക്കുന്ന പുനരുത്ഥാനം അത് തേജസ്സിന്റെ പുനരുത്ഥാനമാണ്. നമ്മുടെ കർത്താവ് എങ്ങനെ വെളിപ്പെടുന്നത്? അത് തേജസ്സിലാണ് വെളിപ്പെടുന്നത്. നമ്മുടെ കർത്താവിന്റെ സിംഹാസനം ഏതാ? അത് തേജസ്സിന്റെ സിംഹാസനമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ മുഴുവനും എന്താ നിൽക്കുന്നത്? എന്താ നിറയുന്നത്? അത് ദൈവത്തിന്റെ തേജസ് മാത്രമാണ്. ആ തേജസ്സിലേക്ക് അവനെ വിളിക്കുകയാണ്. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇവിടെയുള്ളതെല്ലാം മങ്ങിപ്പോവും കേട്ടോ. തേജസ് മങ്ങില്ല, തേജസ് മങ്ങില്ല. അത് നിത്യത വരെയും അതിന്റെ ക്ലാരിറ്റി വെളിപ്പെടും. 116-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചു പ്രാർത്ഥിക്കാൻ പോവുക. എന്താണ് വിലയേറിയത്? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അപ്പോ മരണത്തിന് ശേഷമുള്ള നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. അത് ആമേൻ വിലയേറിയതാണ് എന്ന് തെളിയിക്കുന്ന ലേഖനത്തിലെ വായിക്കണം. ഞാൻ പറഞ്ഞു വിടാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്ക്, നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ എന്ത് ചെയ്യും? തേജസ്സിൽ വെളിപ്പെടും. അവൻ മരിക്കുന്ന വിശുദ്ധമർ എവിടെ മറയപ്പെടുകയാണ്? മറയപ്പെടുന്നത് ആമേൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ മറയപ്പെടുകയാണ്. പഴയ നിയമത്തിൽ ഇതുപോലെ ഒരുവന്റെ ശരീരത്തെ മറച്ചു വെച്ചു. ആരുടെ ശരീരം അറിയാവോ? ദൈവപുരുഷനായ മോശയുടെ ശരീരം. ആമേൻ. അത് എവിടെ അടക്കിയെന്നും ആ ശവക്കുഴിയും ഇതുവരെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്തുള്ള വചന വെളിപ്പാട് പറയാം. ദൈവം മറച്ച ഒരുത്തനെ ആർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല. അടുത്ത ദൈവം ആരെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ആർക്കും മറയ്ക്കാനും കഴിയില്ല. എത്രപേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ദൈവം മറച്ചവനെ ആർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല. ലോകം അത് അവൻ വിലയില്ലാതെ കൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്.